രാജ്യത്തെ നടുക്കിയ കേതൻ അഗർവാൾ കൊലക്കേസിൽ വൈകാരിക പ്രതികരണവുമായി അറസ്റ്റിലായ സിയ ഗോയലിന്റെ കുടുംബം ഇന്ന് രംഗത്ത് വന്നു. കുറ്റക്കാരിയെന്ന് കണ്ടെത്തിയാൽ മകളെ തൂക്കിലേറ്റണമെന്ന് അച്ഛൻ പറഞ്ഞു. കേതൻ അനുഭവിച്ച വേദന സിയയും അനുഭവിക്കണമെന്നും പ്രവീൺ ഗോയൽ പറഞ്ഞു. കേതനെ സിയ കൊന്നത് വിവാഹത്തിൽ നിന്ന് പിന്മാറിയാൽ നാണക്കേടാകും എന്ന് കരുതിയാണെന്നും പോലീസ് പറയുന്നു. ഈ തൂക്കുകയർ മകൾക്ക് ലഭിക്കണമെന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ അച്ഛൻ മാതാപിതാക്കൾ പറയുന്നത്. അതായത് മകൾക്ക് മാപ്പില്ല എന്ന് തന്നെ, അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ മകൾക്ക് മാപ്പില്ല എന്ന് തന്നെയാണ് സിയയുടെ കുടുംബം പറയുന്നത്. ഇത് വളരെ വ്യത്യസ്തമായി സമീപകാലത്ത് റിപ്പോർട്ട് ചെയ്ത കേസുകളിൽ ഒന്നാണ്. ഇത് ഇപ്പോൾ സ്വാതി പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രവീൺ ഗോയൽ എന്ന ഈ സിയയുടെ കൊലപാതകം നടത്തി ഇപ്പോൾ ജയിലിലുള്ള സിയയുടെ അച്ഛൻ പ്രതികരിച്ച വാക്കുകളാണ്. തന്റെ മകളോട് ഒരു തരത്തിലുമുള്ള ദയാദാക്ഷിണ്യവും വേണ്ട, മകനെ തങ്ങളുടെ മകനെ പോലെ കണ്ട കേതനെ എങ്ങനെയാണോ അവൾ കൊന്നത് അതുപോലെ. ഈ ഒരു വീഡിയോ ഇപ്പൊ വളരെ വൈറലായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോയെ കുറിച്ച് എനിക്കും പറയാനുണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ. കാരണം ഈ ഒരു സംഭവം നടന്നത് ഞാൻ താമസിക്കുന്ന സ്ഥലത്താണ്. ലോണാവാല എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു സംഭവം നടന്നത്. ലോണാവാലയിൽ നിന്ന് 15 കിലോമീറ്റർ ദൂരെയുള്ള ഒരു ഫോർട്ടിലാണ് ഈ സംഭവം നടക്കുന്നത്. ഈ സിയ എന്ന് പറയുന്ന പെൺകുട്ടിയെ കല്യാണം കഴിക്കാനിരുന്ന ആളായിരുന്നു കേതൻ അഗർവാൾ. ഈ പെൺകുട്ടിക്ക് ഇയാളെ ഇഷ്ടമല്ലായിരുന്നു. ഈ പെൺകുട്ടിക്ക് ഒരു കാമുകനുണ്ടായിരുന്നു, ചേതൻ ചൗധരി. അപ്പൊ ചേതൻ ചൗധരി ആയിരുന്നു സിയയ്ക്ക് ഇഷ്ടം. പക്ഷേ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി കേതൻ എന്ന് പറയുന്ന ആളെ സിയ വിവാഹം കഴിക്കാൻ ഒരുങ്ങി. 2-3 പ്രാവശ്യം ഈ കേതൻ അഗർവാളിനെ കൊല്ലാനായിട്ട് സിയ ശ്രമിച്ചു. പക്ഷെ അതൊന്നും നടന്നില്ല. അതിന്റെ ഫലമായിട്ട് ഇവര് കല്യാണത്തിന് മുന്നേ ബാലിയിൽ പോവാനായിട്ട് തീരുമാനിച്ചപ്പോൾ ബാക്കി ഇവരുടെ ഫ്രണ്ട് സർക്കിളിന്റെ എല്ലാവരുടെയും പാസ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഈ കേതന്റെ പാസ്പോർട്ട് മാത്രം മിസ്സിംഗ് ആയി. അപ്പോൾ ഈ സംഭവം നടക്കുന്നത് ലോണാവാലയിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് എനിക്കും ഈ സംഭവത്തെക്കുറിച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞങ്ങളുടെ ഇവിടെ, അതായത് ലോണാവാല റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 15 കിലോമീറ്റർ ദൂരെയുള്ള ലോഖണ്ഡ് ഫോർട്ടിലാണ് ഈ സംഭവം നടക്കുന്നത്. ഈ ഫോർട്ടിൽ നേരത്തെ തന്നെ ഇവർ വന്നിട്ടുണ്ടായിരുന്നു. ഇവരുടെ ബർത്ത്ഡേ പാർട്ടി സെലിബ്രേറ്റ് ചെയ്യാനായിട്ടൊക്കെ ഇവർ വന്നിട്ടുണ്ടായിരുന്നു. അത് ഒരു ഹിൽ സ്റ്റേഷനാണ്, അതായത് ഞാൻ താമസിക്കുന്ന ഒരു ഹിൽ സ്റ്റേഷനാണ് ലോണാവാല എന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് ഫോർട്ടുകളും ലേക്കുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സിയയുടെ കാമുകനായിട്ടുള്ള ചേതനും കൂടെ പ്ലാൻ ചെയ്തു, നമുക്ക് കേതൻ അഗർവാളിനെ നമുക്ക് ഈ ഫോർട്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് തള്ളിയിട്ട് കൊല്ലാം എന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെ ഈ സിയ അവരുടെ വീട്ടുകാരോട് പറഞ്ഞു, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ എൻ്റെ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് ഈ ഫോർട്ടിൽ വരുന്നുണ്ട്, അപ്പം ഞാനും എന്നെ കല്യാണം കഴിക്കാനിരിക്കുന്ന കേതനും കൂടെ ഞങ്ങൾ പോകുന്നുണ്ട്. എവിടെ? ഈ ഫോർട്ടിലേക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം കേതൻ്റെ വീട്ടുകാർ പറഞ്ഞു, ഇല്ല, നിങ്ങൾ കൂടെ എന്തിനാ അവിടോട്ട് ഫോർട്ടിലോട്ട് പോകുന്നത്? കുറച്ച് നാൾ മുന്നേ അല്ലേ നിങ്ങൾ അവിടെ പോയതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു, സിയ പറയുന്നു, ഇല്ല, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ എനിക്കൊരു പാർട്ടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ആ പാർട്ടിക്ക് കൂടാനായിട്ട് ഞങ്ങൾ ആ ഫോർട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ പറഞ്ഞ് ഇവരുടെ, അതായത് ഈ വരൻ്റെ കേതൻ അഗർവാളിൻ്റെ വീട്ടുകാരെ സമ്മതിപ്പിച്ച് ഇവർ 2 പേരും കൂടെ എവിടേക്ക് പോകുന്നു? ഈ ഫോർട്ടിലേക്ക് പോകുന്നു. ഫോർട്ടിലേക്ക് പോകുമ്പോൾ ഈ സിയയുടെ കാമുകനായിട്ടുള്ള ചേതൻ അവൻ ഒരു സ്കൂട്ടറിലാണ് ഫോർട്ടിലേക്ക് എത്തുന്നത്. അത് ഇവരുടെ കൂടെയല്ല പോകുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇവർ പോകുന്നതിൻ്റെയൊക്കെ CCTV ഫോട്ടോസൊക്കെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവർ കൂടെ അവിടെ പോകുന്നു. ഈ ചേതനും ഒരു 2 വീലറിൽ എല്ലാമൊക്കെ വെച്ചൊക്കെ കെട്ടി ഒക്കെ പോകുന്നുണ്ട്. കാരണം ഒരാളെ കൊല്ലാനായിട്ട് പോവുകയാണല്ലോ, അപ്പോൾ പ്ലാനിങ് വേണമല്ലോ. അങ്ങനെ അവിടെ ചെന്നിട്ട് ഇവർ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെ ചെയ്തതിനിടയിൽ വെച്ചിട്ട് ഈ സിയ കേതനെ തള്ളിയിട്ടപ്പോഴത്തേന് ഈ കേതൻ ഒരു മരത്തിൽ പിടിച്ചിട്ട് തൂങ്ങി നിന്നപ്പോഴത്തേന് സിയ വിചാരിച്ചു, അയ്യോ വീണില്ലല്ലോ, കൊക്കയിലേക്ക് വീണില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് മരത്തിൽ പിടിച്ച് തൂങ്ങി നിന്ന കേതനെ കേതൻ അഗർവാളിനെ പിടിച്ച് കയറ്റി. എന്നിട്ട് സിയ പറയുവാണ്, അതേ ഇവിടെ ഒരു പാമ്പ് വന്നു, പാമ്പിനെ കണ്ടുകൊണ്ടാണ് ഞാൻ പാമ്പിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെ ഞാൻ തള്ളിയിടാൻ ശ്രമിച്ചതെന്ന് സിയ പറയുന്നു. ഓക്കെ, പാവപ്പെട്ട നമ്മുടെ പയ്യൻ അങ്ങ് വിശ്വസിച്ചു. അപ്പോൾ പിന്നീട് ഇവർ 2 പേരൂടെ പ്ലാൻ ചെയ്ത്, അത് നടന്നില്ലല്ലോ, എന്നാൽ നമുക്ക് അടുത്തത് ശ്രമിക്കാമെന്ന് വിചാരിച്ചിട്ട് അഗർവാൾ ഫോട്ടോ, അതായത് നമ്മുടെ കല്യാണ പയ്യൻ ഫോട്ടോ എടുത്തുകൊണ്ട് നിന്നപ്പോൾ ഇവർ 2 പേരുടെ തള്ളി ഇട്ട് പോയി.
എന്നിട്ട് തള്ളിയിട്ടിട്ട് ഈ സിയ എന്ത് ചെയ്തു, പോലീസിനെ ഫോൺ ചെയ്തു, നമ്മുടെ ഇവിടെ ഉള്ള ലോക്കൽ പോലീസിനെ തന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ഇവൻ ആക്സിഡൻ്റലി പയ്യൻ എൻ്റെ ബോയ് ഫ്രണ്ടാ അല്ലെങ്കിൽ എൻ്റെ കല്യാണം കഴിക്കാനിരുന്ന പയ്യനാണ്, ആക്സിഡൻ്റിൽ താഴേക്ക് വീണു, അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് വന്ന് അവനെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പോലീസും കാര്യങ്ങളും എല്ലാവരും വന്ന് അവരെ ചെക്ക് ചെയ്തപ്പോൾ താഴെ നിന്ന് ഡെഡ് ബോഡി കിട്ടി. ഡെഡ് ബോഡി വളരെ വിരൂപമായിരുന്നു എന്നാണ് പറഞ്ഞത്, ഇങ്ങനെ കല്ലയിലൊക്കെ തട്ടിയല്ലേ പോയത്. അങ്ങനെ ബോഡി കിട്ടി കഴിഞ്ഞിട്ട് അപ്പോൾ ഈ പെൺകുട്ടിയുടെ അഗർവാളിൻ്റെ പെൺകുട്ടിയുടെ വീട്ടുകാരും ഇവരുടെ അതായത് വരൻ്റെ വീട്ടുകാരും കൂടെ ഇവിടേക്ക് വന്നു, അതായത് ലോണാവലയിലേക്ക് വന്നു, ഈ ഫോർട്ടിൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ അവർക്ക് ഈ പയ്യൻ്റെ വീട്ടുകാർക്ക് ഒരു സംശയം, ഈ പെൺകുട്ടി എന്തെങ്കിലും ചെയ്തിട്ടാണോ സംഭവിച്ചതെന്ന്. അങ്ങനെ അവരുടെ പോലീസ് ഇവർ വന്ന CCTV ചെക്ക് ചെയ്തു, പിന്നെ അവരുടെ ഫോൺ കോൾസ് ചെക്ക് ചെയ്തു, ഈ കാമുകൻ്റെയും ഇവരുടെ തമ്മിലുള്ള ഫോൺ കോൾസ് ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ പോലീസിന് മനസ്സിലായി ഇത് ആക്സിഡൻ്റ് അല്ല, സിയ കൊന്നതാണെന്ന്. അങ്ങനെ സിയെ പിടിച്ചു. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു AI മോഡലുണ്ട്, അത് നമുക്കൊന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഇത് കാര്യം പറയാൻ കാരണം ഞാൻ താമസിക്കുന്ന സ്ഥലത്താണ് ഇത് സംഭവിച്ചത്, അപ്പോൾ എനിക്ക് പറയണ്ടേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് നമ്മുടെ കേരളത്തിലെല്ലാം ന്യൂസ് ചാനലിൽ എല്ലാത്തിനും വരുന്നുണ്ട്. പിന്നെ ഒരു ന്യൂസ് ചാനലിൽ വരുന്നുണ്ടായിരുന്നു എന്തോ, അത് ഞാനിവിടെ വെക്കാം, അത് ആദ്യം കാണുന്നത്. കൊലപാതക കേസിൽ കേതന്റെ വിഗാണ് കൊലപാതകത്തിന് കാരണമെന്ന് പ്രതി സിയ മൊഴി നൽകി. വിഗ് ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചു. വിഗുള്ളയാൾക്കൊപ്പം ജീവിക്കാൻ താല്പര്യമില്ലാത്തതിനാലാണ് കൊലപ്പെടുത്തിയതെന്നാണ് സിയയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. എന്നാൽ വിഗിന്റെ കാര്യം നേരത്തെ അറിയിച്ചിരുന്നതായി കേതന്റെ കുടുംബം വ്യക്തമാക്കി. അതെന്താണെന്നറിയോ, സിയയ്ക്ക് ഇയാള് വിഗ് വെച്ചിട്ടുണ്ടായിരുന്നു, ഈ പയ്യൻ വിഗ് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ വിഗ് വെച്ചേക്കുന്ന ഇഷ്ടമല്ല, വിഗ് വെച്ച ആളെ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ലാഞ്ഞതുകൊണ്ടാണ് കൊന്നതെന്ന്. പക്ഷെ അത് ആരും പറയുന്നതെന്നും ഞാൻ കേട്ടില്ല. ഇതിപ്പോൾ ഈ ഒരു ചാനലിൽ പറയുന്നേ ഞാൻ കേട്ടുള്ളൂ, അല്ലാതെ നമ്മുടെ ഇവിടെയൊക്കെ ഇപ്പോൾ ഇത് ഭയങ്കര ഒരു ചർച്ചാ വിഷയമായിരിക്കുകയാണ്, കാരണം ഞങ്ങളുടെ സ്ഥലത്തല്ലേ നടന്നത്. അതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഈ ഒരു സ്റ്റോറി പറയുന്നത് ഞാൻ എങ്ങും കേട്ടിട്ടില്ല. ഇവരുടെ കല്യാണം നവംബറിലേക്കാണ് തീരുമാനിച്ചിരുന്നത്. ഇവിടെ വെച്ച് ഉദയപൂരിൽ ഒരു കൊട്ടാരത്തിൽ വെച്ച് 17 കോടി രൂപ ചെലവാക്കിയാണ് ഇവരുടെ കല്യാണം നടത്തിയിരുന്നത്. ഇവരുടെ അമ്മ, അതായത് ഈ പയ്യന്റെ അമ്മ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. सिया है और उसका बॉयफ्रेंड है. मैंने सिया को सब कुछ अपने बहू के जैसे माना था, उसने बहुत बड़ा मेरे को धोखा दिया है. ഈ പയ്യന്റെ അമ്മ പറയുന്നത്, എനിക്ക് അതായത് ഈ സിയെയും ഇവരുടെ വീട്ടിൽ പൂജയ്ക്കും കാര്യത്തിനും ഒക്കെ വന്നിട്ട് ഇങ്ങനെ പിന്നെ സിയ ഡ്രിങ്ക്സ് കഴിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഈ പയ്യന്റെ അമ്മ പറഞ്ഞു, എൻ്റെ മോനെ ഞാൻ ഡ്രിങ്ക്സ് കഴിക്കാനോ പാർട്ടി കൂടാനോ ഒന്നിനും വിടില്ല എന്ന് ഈ പയ്യന്റെ അമ്മ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അത് അങ്ങനെ കുഴപ്പമില്ല. അപ്പം ഈ പെൺകുട്ടി സിയ പറഞ്ഞു, ഇല്ല ഞാൻ ഡ്രിങ്ക്സ് ഒന്നും കഴിക്കത്തില്ല എന്ന് കള്ളം പറഞ്ഞതാണ്. പക്ഷേ ഈ സിയ ഡ്രിങ്ക്സ് കഴിക്കുമായിരുന്നു, പാർട്ടിയൊക്കെ കൂടുമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിനെല്ലാത്തിനും കാരണക്കാരി ഈ സിയ, ഈ പെൺകുട്ടിയുടെ ബുവ എന്ന് പറയുന്നത് അപ്പച്ചി അല്ലെങ്കിൽ കുഞ്ഞമ്മ, അതായത് അമ്മയുടെ അനിയത്തിയും ബുവ എന്ന് പറയും, അച്ഛൻ്റെ പെങ്ങളെയും ബുവ എന്ന് പറയും. ഇവരാണ് ഈ ആലോചന കൊണ്ടുവന്ന് ഈ കല്യാണം നടത്താൻ ആലോചിച്ച് തീരുമാനിപ്പിച്ചത്. അപ്പം അവർക്കും ഇതിൽ പങ്കുണ്ട്. അവർക്കും അറിയായിരുന്നു സിയയ്ക്ക് ഈ ഒരു പയ്യനെ ഇഷ്ടമല്ല, വേറൊരു പയ്യനുമായിട്ട് അഫെയർ ഉണ്ടെന്നുള്ള കാര്യം ഈ അപ്പച്ചിക്കും അറിയായിരുന്നു, അതായത് ബുവ അവർക്കും അറിയായിരുന്നു. അവരെ അറിഞ്ഞുകൊണ്ടാണ് ഈ കല്യാണം ആലോചിച്ചതെന്നാണ് ഈ പയ്യന്റെ വീട്ടുകാർ ഇപ്പൊ പറയുന്നത്. പക്ഷെ പെൺകുട്ടിയുടെ അമ്മയും പറയുന്നത്, അത് ഇതിനകത്തോട്ട് കേൾക്കാം. പെൺകുട്ടിയുടെ അമ്മ പറയുന്നത്, അച്ഛനും പറയുന്നുണ്ട്, ഇവര് അതായത് ഈ സിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സിയെ അവിടെ ഈ ഹോട്ടല് അവിടെ തന്നെ കൊണ്ടുപോയി ഈ പയ്യനെ എങ്ങനെയാണോ തള്ളിയിട്ട് കൊന്നത് അതേ കണക്ക് തന്നെ തള്ളിയിട്ട് കൊല്ലണം എന്നാണ് ഇപ്പോൾ ഈ സിയയുടെ അമ്മയും അച്ഛനും പറയുന്നത്. പക്ഷേ അവരുടെയും കൂടെ കൈയോട് കൂടിയാണ് നടന്നത് എന്നാണ് പയ്യന്റെ വീട്ടുകാർ പറയുന്നത്. അപ്പോൾ അവർക്കറിയായിരുന്നു ഈ പയ്യനെ പിന്നെ വേറൊരു പയ്യനുമായിട്ട് അഫെയർ ഉണ്ടായിരുന്നു, പിന്നെ അവർ കല്യാണത്തിന് നിർബന്ധിച്ചതാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ പയ്യൻ നല്ലൊരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു പയ്യനായിരുന്നു, ബിസിനസ്മാൻ ആയിരുന്നു, നല്ല ഹൈ പോസ്റ്റിലിരിക്കുന്ന ഒരു ബിസിനസ്മാനാണ്, ഫാമിലി ബിസിനസ്സാണ്. 17 കോടി രൂപ മുടക്കി കല്യാണം നടത്തണം, അതും രാജകൊട്ടാരത്തിലൊക്കെ വെച്ച് കല്യാണം നടത്തണമെങ്കിൽ അവരുടെ ഫൈനാൻഷ്യൽ കണ്ടീഷൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. രണ്ടുപേരും നല്ലതുപോലെ പൈസക്കാരായിട്ടുള്ള പാർട്ടികളായിരുന്നു. അപ്പോൾ പിന്നെ ഈ പെങ്കൊച്ചിന് ഈ സിയയ്ക്ക് ഈ പയ്യനെ വേണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ വീട്ടുകാർ നിർബന്ധിച്ച് എന്തിനാണ് ഈ ഒരു പയ്യനെ, അത് ഈ പയ്യന്റെ അച്ഛൻ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം.
അച്ഛൻ പറയുന്നത് 24 വയസ്സായിട്ട് ഉള്ള ഒരു പയ്യൻ ഞങ്ങൾ എത്രത്തോളം കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വലുതാക്കി ജോലിയാക്കി ആ അച്ഛൻ്റെ ബിസിനസ് തന്നെ നോക്കി നടത്തുവാണ്. 24 വയസ്സുണ്ട് ഈ പയ്യന്. അപ്പോൾ അതുവരെ വളർത്തി വലുതാക്കിയ ഒരാളെ ഈ ഒരു പെങ്കൊച്ചിനെ ഇത്ര ക്രൂരമായിട്ട് കൊല്ലാനായിട്ട് എന്താണ് അധികാരവും അവകാശവും എന്നാണ് ആ പയ്യൻ്റെ അച്ഛൻ ചോദിക്കുന്നത്. അത് കറക്റ്റ് അല്ലേ? 24 വയസ്സ് വരെ ഒരാളെ ഒരു പയ്യനെ നമുക്ക് വളർത്തിയെടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ആ വളർത്തിയെടുത്ത അച്ഛനും അമ്മയ്ക്കേ അറിയത്തുള്ളൂ. ഒരു നിമിഷം കൊണ്ട് വേറെ ഒരുത്തൻ്റെ കൂടെ താമസിക്കണം എന്നുള്ള ഒരു ഇതുകൊണ്ട് ഈ പെൺകുട്ടി ആ പയ്യനെ ഒരൊറ്റ തള്ളിയിട്ട് കൊന്നു. ഒരൊറ്റ തള്ളേ അവർക്ക് വേണ്ടി വന്നുള്ളൂ. പക്ഷേ 24 വയസ്സ് വരെ ഈ പയ്യനെ വളർത്തിക്കൊണ്ട് വന്ന ഈ അമ്മയുടെ അച്ഛൻ്റെ കാര്യം അവൾ ആലോചിച്ചില്ലല്ലോ. അവൾക്ക് വേണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അവൾ കളഞ്ഞിട്ടങ്ങ് പോയാൽ പോരായിരുന്നു, അല്ലെങ്കിൽ വീട്ടുകാരോട് പറഞ്ഞാൽ പോരായിരുന്നു എനിക്കിഷ്ടമല്ല. അതാണ് ഈ പയ്യൻ്റെ അച്ഛൻ പറയുന്നത്. ഈ പയ്യൻ്റെ കൂടെ അങ്ങ് ഇറങ്ങി പൊക്കൂടായിരുന്നോ? ഈ പയ്യൻ ഈ അഗർവാളുമായിട്ടുള്ള കല്യാണം എന്തിനാണ് ഉറപ്പിച്ചത്? ഒളിച്ചോടി പൊക്കൂടായിരുന്നോ അവൾക്കുള്ള കാമുകൻ്റെ കൂടെ എന്നാണ് ചോദിക്കുന്നത്. എൻ്റെ മോനെ എന്തിനാണ് അവൾ കൊല്ലാനായിട്ട് എടുത്തത്? അവൾക്ക് അവളുടെ കാമുകൻ്റെയോടൊപ്പം ജീവിക്കണമെന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ വീട്ടുകാരെ ധിക്കരിച്ചിട്ട് അവൻ്റെ കൂടെ, അതായത് ഈ കാമുകൻ ഈ ചൗധരിയുടെ കൂടെ ഇറങ്ങിപ്പൊക്കൂടായിരുന്നോ എന്നാണ് ഈ പയ്യൻ്റെ അച്ഛൻ പറയുന്നത്. സത്യമല്ലേ? എന്തിനാണ് ഈ പയ്യനെ ഇങ്ങനെ കൊലയ്ക്ക് കൊടുത്തത്? അതും ഒരു പ്രാവശ്യമൊന്നുമല്ല, 2-3 പ്രാവശ്യം കൊല്ലാനായിട്ട് ശ്രമിച്ചു. ഈ ഒരു പ്രാവശ്യവും നടന്നില്ല എന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ മുക്കി കൊല്ലാനായിരുന്നു അവരുടെ രണ്ടുപേരുടെയും, സിയയുടെയും സിയയുടെ കാമുകനായിട്ടുള്ള ചൗധരിയുടെയും പ്ലാൻ എന്നാണ് പറയുന്നത്. എന്താണ് അവൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അവൾക്ക് കളഞ്ഞിട്ട് പോയാൽ പോരായിരുന്നോ? എന്തിനാണ് ഈ കൊല്ലാനായിട്ട് നിന്നത്? അതും ഇത്ര നിഷ്ഠൂരമായിട്ട്. ഞാൻ വേറൊരു വീഡിയോ കാണിച്ചിടാം ഇവരുടെ. ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് പറയാം. കണ്ടോളൂ, ഇതാണ്. ആ പയ്യൻ എത്ര സ്നേഹത്തോടെയാണ് അവൾക്ക് ആ പൂ കൊടുക്കുന്നത്, എന്തൊക്കെ സർപ്രൈസാണ് ഒരുക്കുന്നത്. നമുക്ക് ആ കാറിൻ്റെ മേളിൽ അങ്ങനെ ഒക്കെ വെച്ച് എത്രത്തോളം സർപ്രൈസായിട്ട്, എത്രത്തോളം ആഗ്രഹിച്ച്, എത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടാണ് ആ പയ്യൻ അവളോട്ട് ഇതാവുന്നത്. എന്നിട്ട് അവളോട് പോകുന്നു, കറങ്ങാൻ പോകുന്നു. ബർത്ത്ഡേ പാർട്ടിക്ക്, അവൾക്കുള്ള ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു. ബർത്ത്ഡേ പാർട്ടിക്ക് രണ്ടുപേരൂടെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ചെയ്യുന്നു. ഏതോ നല്ല ഹോട്ടലിൽ വെച്ചിട്ട് അവളോട് കേക്ക് കട്ട് ചെയ്യുന്നു, ബാക്കിൽ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ നടത്തുന്നു, ഡാൻസ് ചെയ്യുന്നു. ഇവൾക്ക് ഇഷ്ടമല്ലായിരുന്നോണ്ട് ഇവളെന്തിനാ ഇങ്ങനെയൊക്കെയുള്ള നാടകങ്ങളൊക്കെ കാണിക്കാൻ പോയത്? ഇവൾക്ക് ഇതൊക്കെ കാണിക്കാതിരുന്നാൽ പോരായിരുന്നോ? എന്തിനാണ് ഇവള് ഇതൊക്കെ കാണിക്കാൻ പോയത്? അല്ലേ? വളരെ ഇപ്പം എല്ലാവരും പറയുന്നത് എന്താണെന്നറിയോ? ഇവളെ കൊല്ലണം, ഇവളെ അച്ഛനെയും അമ്മയും ഇവളെ ഭൂവയും ഇവളെ വീട്ടുകാരെ, ഇവളെ ഇതിനെല്ലാത്തിനും സഹായിച്ചുകൊണ്ടിരുന്ന ഇവളെ വീട്ടുകാരെ എല്ലാം കടുത്ത ശിക്ഷ കൊടുക്കണം. അവൾക്കും അവനും, സിയയ്ക്കും സിയയുടെ കാമുകനും തൂക്കുകയറ് തന്നെ കൊടുക്കണം. അതായത് ഒരുപാട്, അത് പിന്നെ ഈ പയ്യൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, ഒരുപാട് ദിവസങ്ങൾ നീട്ടിക്കൊണ്ട് പോകരുത്. 10-12 വർഷം നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ, ഓപ്പൺ കോടതിയാണോ എന്നുണ്ടെങ്കിൽ അങ്ങനെ നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് ലൂപ്പ് ഹോൾ കിട്ടും ഇറങ്ങി വരാനായിട്ട്, ജാമ്യം കിട്ടാനായിട്ടൊക്കെ. അതുകൊണ്ട് പെട്ടെന്നുള്ള കോടതിയിൽ ഇവരെ ശിക്ഷ വിധിക്കണം. ഇവർക്ക് രണ്ടുപേർക്കും ഫാസി എന്ന് പറഞ്ഞാൽ ശിക്ഷ കൊടുക്കണം. ഇവരെ തൂക്കിലെട്ടണം എന്നാണ് പറയുന്നത്. ഈ പിന്നെ എവളെ സിയെയും സിയയുടെ കാമുകനെയും ഇവളെ വീട്ടുകാർക്കും കടുത്ത ശിക്ഷ കൊടുക്കണമെന്നാണ് പറയുന്നത്. ഇവളെ അച്ഛൻ ഇത് അറിഞ്ഞ ഉടനെ ഹോസ്പിറ്റലിലായെന്ന് പറയുന്നുണ്ട്. ഹോസ്പിറ്റലിൽ നിന്നിട്ടൊക്കെ ഇവളെ അച്ഛനും അമ്മയൊക്കെ സംസാരിക്കുന്നത്. എനിക്ക് തോന്നുന്നുണ്ട് അതൊക്കെ നാട്ടുകാരെയൊക്കെ കളിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഓരോരോ പരിപാടികളാണ്. അപ്പോൾ സിയയുടെ ബൂവ ഈ പയ്യൻ്റെ അമ്മയോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ എന്തിനാണ് അവള് വിളിച്ചപ്പോഴത്തേന് അവക്കളെ കൂടെ പോട്ടിലൊക്കെ പാൻ അനുവദിച്ചതെന്ന്? അപ്പം നിങ്ങൾ വിട്ടത് എന്തിനാന്ന് ചോദിക്കുന്നുണ്ടായിരുന്നെന്ന് ഈ പയ്യൻ്റെ അമ്മ പറയുന്നുണ്ടായിരുന്നു. വിട്ടതല്ലല്ലോ, അപ്പോൾ അവർ കല്യാണം കഴിക്കാതിരിക്കുന്ന ആൾക്കാർ, നവംബറിൽ കല്യാണം, ഇത്രയും അടുത്ത് ഇടപഴകുന്നു. അപ്പോൾ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് ഫ്രണ്ട്സുകാരെല്ലാവരും കൂടി ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കണം, അതിന് വേണ്ടിയിട്ട് പോവാന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ പോവില്ലേ? പോവും. അങ്ങനെ പോയതല്ലേ. അതിപ്പോൾ യുവക്കളെ മനസ്സിൽ ഇതാണ് ഉദ്ദേശമെന്ന് അവരറിയുന്നുണ്ടോ? അത് പറയുന്നത് ഞങ്ങൾ ഇവിടെ താമസിക്കുന്ന ഇവിടുന്ന് 15 കിലോമീറ്റർ ദൂരമാണ് ഈ ഫോർട്ട്. അപ്പോൾ ഇവിടുന്ന് 2 വീലറിലാണ് അവൻ ആ ഫോർട്ടിൽ പോയെന്നാണ് പറയുന്നത്. അതായത് യുവക്കളെ സിയയുടെ കാമുകൻ അവിടെ ചെന്ന് ഇതെല്ലാം ചെയ്തിട്ട് തിരിച്ച് 2 വീലറിൽ അവൻ നാട് വിട്ടു എന്നാണ് പറയുന്നത്. പക്ഷെ പൊക്കി 2 എണ്ണത്തിനെയും പൊക്കി. പക്ഷേ ശിക്ഷ കൊടുത്താൽ ഭാഗ്യം, ശിക്ഷ കിട്ടിയാൽ കൊള്ളാം. നേരത്തെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾ താമസിക്കുന്ന ഇവിടെ ഒരു ഹിൽ സ്റ്റേഷനാണ്. ഇവിടെയൊക്കെ കൊക്കയും ഡാമും ഒക്കെയുണ്ട്. അപ്പോൾ ആരെങ്കിലും കൊക്കമേളിലൊക്കെ കൊണ്ടുപോയിട്ട് ഒന്ന് പിടിച്ച് തള്ളിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തീർന്നു. അപ്പോൾ
അങ്ങനെ ഒരു സംഭവം ഞങ്ങളുടെ നാട്ടിൽ സംഭവിച്ചു. വേറെ ഒരു സംഭവം കൂടെ ഇന്നലെ മെനങ്ങാന്ന് സംഭവിച്ചു. ഒരു ട്രെയിനിൽ വെച്ചിട്ട്, ലോക്കൽ ട്രെയിനിൽ വെച്ചിട്ട് ഒരാളെ, അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഇതിപ്പം ഈ വീഡിയോയിൽ കണക്കട്ടെ. ഭയങ്കരമായിട്ട് വിഷമം തോന്നിയ ഒരു കാര്യമാണ്. കാരണം ഒരമ്മയ്ക്കും അച്ഛനും സഹിക്കാൻ പറ്റത്തില്ല. ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് ഒരു സുപ്രഭാതത്തിൽ എവിടെയോ കിടക്കുന്ന ഒരു പെണ്ണ് വന്ന് തല്ലിക്കൊല്ലുന്നത്.